മൂടുണ്ടോണ്ട് മൂടൊക്കെ വാർത്തക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ ഫിറോസ് കുന്നമർമ്മന്റെ ഗ്രൂപ്പിൽ നിന്ന് വരെ ചവിട്ടി പുറത്താക്കിയാടാ. എടപ്പാളത്ത് ആരെങ്കിലും ഒരാളാണ് തിരിഞ്ഞു നോക്കുന്നത്. മണ്ടക്കരിമേ കാണടാ 4.1 മില്യൺ ചങ്ങന്മാരെ മണ്ടിക്കോളി മണ്ടക്കരിമിനെ കുറിച്ചാണ് വീഡിയോ ഇട്ടിട്ട്. റഹ്മാനെ, ഈ മണ്ടക്കരിമിനെ അറിയോ? ഇവനെ കുറിച്ച് എന്തേലും അറിയോ? നിങ്ങൾ കുറെ ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് കമന്റ് ഇട്ടിരുന്നല്ലോ. എന്തോ അതൊക്കെ എന്നൊക്കെ അറിയാം. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന മാണിക്കക്കല്ലിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു തനി ആ സോളക്കുപ്പിന്റെ കണ്ണടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. എടപ്പാൾക്കാർക്ക് വരെ ഇവനെ വെറുപ്പാണ്. ഇവന്റെ നാട്ടുകാർക്ക് വരെ ഇവനെ കണ്ണെടുത്താക്കണ്ട. ജാദ്യം മനസ്സിലാക്കണ്ട്. ജിഞ്ച നാട്ടിലൊക്കെ ഒന്ന് വന്നാണ്ട് ആ പ്രതിഭാസാണ് പാണ്ടിക്കാട് കുഞ്ഞാന്. ഒന്നുമില്ല, ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ്ട് റീച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു ഒരു വെല്ലുവിളി നടത്തി. കാരണം ഇജ്ജ് അന്റെ പെണ്ണുങ്ങളില്ലാതെ വീഡിയോ ചെയ്യും. എത്ര ലൈക്ക് കിട്ടും, എത്ര കമന്റ് കിട്ടും എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞു. അപ്പൊ ഈ പൊട്ടനോടൊക്കെ വെച്ച് പറയല്ലെന്ന് പറയും. ഞാൻ ഇങ്ങനത്തെ ടീമിനെ കുറിച്ചാണ്ടൊന്നും ഞാനൊന്നും പറയലില്ല. പക്ഷെ ഇല്ലത് ഇനി പറയണം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഫിറോസിന്റെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഇവനെ ചവിട്ടി പുറത്താക്കിയത്. അതേപോലെ പിന്നെ ഒരു മനുഷ്യർ ഇവനെ കണ്ടുവല്ലോ. കാരണം ആ ഫിറോസ് നല്ലവർക്ക് ചാറ്റിങ് ചെയ്ത് കണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ പേരും വെച്ചുകൊണ്ട് ഇവനും തട്ടും. ഇവ ഇതരാണ് മറ്റവനങ്ങനെ കാട്ടി. അപ്പൊ വേറെ ചാറ്റിക്കാരിയുമ്പോൾ പച്ചത്തെറി പറഞ്ഞു കണ്ട് ഒരു വാത്തുക്കാക്കണ ഒരു തനി അതന്നെ. ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ആണ്. ഇതാക്കണ ഒരു വാപ്പാരും പെണ്ണുങ്ങളെ കുട്ടിയാണെന്നല്ല 1.1 കണ്ടില്ലേ? ഇനി കാട്ടി തരാർക്ക് ഞാൻ മണ്ടക്കരിമ ഇത് ഇതാക്കണേ. എത്രയാണ് നോക്കാം? 1.1 മില്യൺ. ഇതും വേറൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഒരുപാട് 5.80 5 ലക്ഷത്തിൽ ചില്ലാനം. അതേപോലെ ഒരുപാട് വീഡിയോസ് മില്യൺ കണക്കിന് അടിച്ചത് ഞാൻ ഒറ്റക്ക് ചെയ്തതാണ്. അല്ലാതെ ഞാൻ പെണ്ണുങ്ങളെ താങ്ങേണ്ടതാണ്. പിന്നെ ഇഞ്ച പെണ്ണുങ്ങളെ വീഡിയോയിൽ വരുന്നത് അത് ഇൻട്രസ്റ്റ് ആണ്. ഇഞ്ചന്റെ പെണ്ണുങ്ങളെ വെച്ചാണ്ട് കുറെ മൂടും കുറിക്കാണ്ട് നടന്നല്ലോ. അനക്ക് റീച്ചില്ല, അൻ്റെതാരും കാണാനല്ല. അനക്ക് ഇതേപോലെ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ 4 ലൈക്ക് കിട്ടും. അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അന്ന ഫിറോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി? ഇതാണ് ഈ വീഡിയോ കണ്ടോ? 1.7 മില്യൺ. ഇത് ഞാൻ ഒറ്റക്കാണ്. ഇത് പെണ്ണുങ്ങൾ കുട്ടികളൊന്നുമില്ല. അനക്ക് കാട്ടിത്താളാ മണ്ട അവിടെ നിൽക്കരുത്. ഇതാ ഇനിയുണ്ട്. എത്ര നിനക്ക് വേണ്ടത്? മണ്ടക്കരിമേ കാണടാ 4.1 മില്യൺ. ഇതൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്തോണ്ട് അല്ല, പെണ്ണുങ്ങളെ വെച്ചാണ്ട് ചെയ്തതല്ല. പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നേ എനിക്ക് പിന്നെ ഒരുപാട് കമന്റ് വേണ്ടാത്ത കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അന്നെപ്പോലത്തെ ഒരു ചങ്ങായിനെ ഞാൻ മെയിൻ ചെയ്യല്ല. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ പൊട്ടക്കാശം വെച്ച് കണ്ണും കാണാതെ ഇങ്ങനെ ഇരുന്നാണ്ട് വളവളവളാന്ന് പറയുന്ന മാതിരി എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന സ്നേഹിച്ച ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാനുണ്ട്. മണ്ടക്കരിമേ ആ സോഡ കുപ്പിന്റെ കണ്ണടിയും വെച്ചാണ്ട് ഇതിങ്ങനെ നടക്കണ്ടല്ലോ. പണ്ട് ദുബായിൽ വന്നപ്പോ കുഞ്ഞാനെ ഒരു സെൽഫി എടുക്കട്ടെ. ഞാൻ ഇവരെ ഫസ്റ്റ് കാണുന്നത് അറിയോ? ഫിറോസിന്റെ മഞ്ചേരി വീട് കാഴ്ചന്റെ അന്ന് ആണ് ഇവന്റെ മോളും ഉണ്ട്. അന്ന് പിന്നെ ഞങ്ങളിങ്ങനെ പോകുമ്പോ കുഞ്ഞാനെ എന്തൊക്കെ എടുത്താലും ഒരു വീഡിയോ അല്ലെങ്കിൽ സെൽഫി ഇതൊക്കെ എടുത്താണ്ട് നമ്മളെ വൈറ്റാൻ നടന്നതാ. ഇപ്പൊ ഓനെന്താണ് പിന്നെ ഓനെ നാട്ടിലത്തെ ആൾക്കാരെന്നെ പറയണ്ടേ ഇവരെ ഒരു ജായി എന്താണ് ചൊറിഞ്ഞു. പക്ഷെ എന്താ പറയുക, ഇതിന് റിയാക്ട് ചെയ്താണ്ട് വീഡിയോ ഇടുന്നില്ല ശരിക്കാറ്. പക്ഷെ പൊന്നാര മണ്ടക്കരിമ ഇതൊക്കെ അവസാനത്തെ താക്കീതായിട്ടാണ് ഞാൻ തരുന്നത്. അല്ലാതെ പിന്നെ ഇജ്ജ് വീഡിയോ ഇടണം. അപ്പോഴാണ് ഇഞ്ച നീക്കും ആൾക്കാർ കയറുക. ഏതാണ് ഈ കുഞ്ഞാനെ നോക്കിയാണ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്താട്ടും നമ്മളെ ഫോളോ ചെയ്യും. പിന്നെ ഇജ്ജ് പറഞ്ഞല്ലോ പിന്നെ എന്റെ വരുമാനത്താണ്. പിന്നെ വേറെന്താ നിങ്ങൾക്ക് വേണ്ടത്? വരുമാനം ഒരുപാടുണ്ടടാ. ഇത് മാത്രമല്ല വേറെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുണ്ടാണ് ഞാൻ. അല്ല ഇത് ഞാൻ എന്റെ പ്രൊഫഷണലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് ഞാൻ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല കൊണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ പെണ്ണുങ്ങളെ വെച്ചുകാണ്ട് ഉണ്ടാക്കുന്നത്. എനിക്കെന്താണ് പെണ്ണുങ്ങളെ വെച്ചുകാണ്ട് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വലിയ കണ്ണുക്കടി. എന്റെ പെണ്ണുങ്ങൾ അതിന് നിന്നിട്ടില്ല. അല്ലെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ പുറത്ത് കറക്കാൻ പറ്റുന്നതാണ്. ഇഞ്ച പെണ്ണുങ്ങൾ ഇറക്കാൻ വെക്കാൻ പറ്റും. മണ്ടക്കരിമേ ഫിറോസും ഞാനെന്ന് പറഞ്ഞ 5-6 കൊല്ലത്തെ ബന്ധാണ്. സൗദി അറേബ്യയിൽ ഞാൻ പണിയെടുത്ത കാലം മുതലുള്ള ബന്ധാണത്. കാരണം അത് അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകണം. ഞങ്ങൾ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴും ഞങ്ങൾ കാണലുണ്ട്. ഞങ്ങൾ എറണാകുളത്തും അല്ലെങ്കിൽ പാണ്ടിക്കാട് ഭാഗത്തുകൂടെ മലപ്പുറം നമ്മൾ മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തുകൂടെ വരുമ്പോൾ ഇഞ്ചത്തേക്ക് വരും, അല്ലെങ്കിൽ ഇഞ്ച പെരേക്ക് വരും. ഇഞ്ച പേർക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അത് അങ്ങനത്തെ ഒരു മാണിക്കല്ല. ആ ചങ്ങായി നല്ല രീതിക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്നെപ്പോലത്തെ തലതെറിച്ച ആൾക്കാരുണ്ട്. സപ്പോർട്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് വന്നാണ്ട് തട്ടും. പിന്നെ ഓന് കിട്ടണ ആ പാവ രോഗിയാൾക്ക് കിട്ടണ പൈസയും പാടി ഇച്ചങ്ങട്ട് ഇല്ലാതാക്കുകയാണ്. അന്നെക്കൊണ്ടെന്നാ അന്നെക്കൊണ്ട് മുടക്കാനുള്ളത് വെച്ചാൽ അന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിച്ചില്ല. പിന്നെ അനക്ക് 4 ലൈക്ക് കിട്ടിയത് അന്റെ പേജിൽ ഇഞ്ച വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ നോക്കി. അല്ലാതെ ഇജ്ജ് സ്വയമായിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്തുകൊണ്ട് 4 ലൈക്ക് കിട്ടിക്കാം. അന്നെ സത്യം പറയാം, ഞാൻ അന്നെ പറയണമെന്ന് ഒരിക്കലും കരുതില്ല. പക്ഷെ അന്റെ ഗ്രൂപ്പത്തെ അന്റെ കുറെ ആൾക്കാരനെ വിളിച്ചാല് എന്താ ചങ്ങായി ഈ എന്ത് പറയണത്? ഇവര് തലക്ക് വെളിവില്ലേ? ചങ്ങായി 10-65 വയസ്സായില്ല എനിക്ക്. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്ത്. എന്നിട്ട് കാരണം എനിക്ക് 41 കഴിഞ്ഞാൽ ഞാൻ മറ്റോ പറഞ്ഞ പരിപാടി നുപൂവത്ത് കിട്ടി പറഞ്ഞ മാതിരി ഞാൻ അടങ്ങിയൊതുങ്ങി 20 ഇരിക്കാൻ്റെ പരിപാടിയാണ് ഞാൻ.
ഈ 41 വരെ ഞാൻ കളിച്ചു. 40ലാണ് നൂപത്തെത്തിയത്. അതേപോലെ ഇതുവരെ ഞാൻ കളിക്കും. അത് കഴിഞ്ഞ് ഞാൻ അടങ്ങി ഒതുങ്ങിയൊരു ഭാഗത്ത് ഞാൻ ഇരിക്കാനാണ്. പിന്നെ കുറച്ച് മടക്കന് ചമ്മരി ഇതൊക്കെ ഉണ്ട്. അത് കുറച്ച് തേങ്ങയും കുറച്ച് ഡബ്ബറൊക്കെ വെറ്റുകൊണ്ട് അതിന്റെ ആ ഒട്ടുപാലും വിൽക്കാണ്ട് ഞാനും കുട്ടികളും സുഖമായിട്ട് ജീവിച്ചാലുള്ള പരിപാടിയാണ്. അനക്കെന്താ പറയാ, അസൂയ കുസുമ്പ് എടപ്പാളത്തെ ഒരു മനുഷ്യന്മാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എടപ്പാളത്ത് ആരെങ്കിലും ഒരാളെന്നെ തിരിഞ്ഞു നോക്കുന്നത്. ഓങ്ങനെ നടക്കുമ്പോ പോലെ എടപ്പാളത്ത് ആരെങ്കിലും ആ പോണതാക്കണം. പിന്നെ ഫിറോസിനെ മാനം കെടുത്താനായിട്ട് ഇജാ ഗ്രൂപ്പൊക്കെ വലിഞ്ഞങ്ങട്ട് കയറിയിരിക്കുക. അത്രേ ഉള്ളൂ, അല്ല വേറൊന്നുമല്ല. എന്നിട്ട് എന്താ 4 ആളെ പറയണം. കുറെ ചാറ്റുകാർ നല്ലവർക്ക് സ്വന്തം കേസിൽ നിന്ന് പൈസ എടുത്താണ്ട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറുപ്പിച്ച് കച്ച് കൊടുക്കുന്ന ഒരാളാച്ച്. ഞാനൊന്ന് പറയണ കരുതിയല്ല പണ്ടകരിപ്പേ. പക്ഷെ എന്താ അറിയോ, ഇച്ച് പറഞ്ഞല്ലോ റീച്ചിനും വേണ്ടിയാണ്ട് പെണ്ണുങ്ങളെ വെക്കുകയാണ്. പാണ്ടിക്കാട് കുഞ്ഞാന് റീച്ചിന്റെ ആവശ്യം വേണ്ട, പെണ്ണുങ്ങളെ വെച്ചാണ്ട് റീച്ച് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇഞ്ച പെണ്ണുങ്ങളെ വെച്ചാണ്ട് ഇന്നേ ഒരു വീഡിയോ ഇച്ച 4 മില്യൺ അടിച്ചിട്ടില്ല. അത് ഞാൻ ഒറ്റക്കുണ്ടായിട്ട് ഞാൻ ഒറ്റക്കുള്ള വീഡിയോ തന്നെയാണ് ഇച്ചത് കിട്ടിയത്. അതേപോലെ ഒരുപാട് മില്യൺ. ഇതൊന്നും പഴയതല്ല, ഇപ്പത്തെ വീഡിയോസാണ് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ ഗെയിമിൽ അറിയാലോ. ഇച്ചി സോടക്കുപ്പിന്റെ തുമ്പൊക്കെയാണ് മൂട്ടിൽ വേണ്ടി മൂക്ക് ഇങ്ങനെ ഇതാക്കിയാണ് മണത്തും കുത്തിരിക്കുക. അന്നോടൊക്കെ തലക്ക് വെളിപ്പിൽ ആരെങ്കിലും വർത്താൻ പറയും. അയ്യോ മണ്ടങ്കരീവ് ഇതാ വരുന്നു. മൂലക്കുരുണ്ടോണ്ട് മൂടക്കൊരു വാർത്തക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ എന്റെ ഇനിയുണ്ട് കാട്ടിത്തരാം. അയ്യോ പെണ്ണുങ്ങളെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓനോടുന്നുണ്ട്. ഓരോ പെണ്ണുങ്ങൾ ഈ താത്ത ഒന്നും അറിയില്ലല്ലോ. ഈ താത്താന്റെ മോറ് ഞാൻ പബ്ലിക്കിൽ വിടണ്ട, ഇതാണ് ഞാൻ കൂടാത്തത്. അല്ലാതെ ഇവരെ പോലത്തെ എരപ്പന്മാരെ പേടിച്ചിട്ടല്ല. ഇത്തരം ഒരു വൃത്തികെട്ടോ എടപ്പാളുണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറയും. എടപ്പാളത്തെ ഒരുപാട് നമ്മൾ സ്നേഹിക്കുന്ന മാണിക്കല്ലുണ്ട്. ഞാൻ ഇത്രയും കാലം ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്തില്ല. പക്ഷെ എന്താ ഓ പറഞ്ഞ വാക്ക് പെണ്ണുങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാണ്. ചേലക്കാട് കണ്ടോ. എന്നിട്ട് ഇടക്കിട്ടിച്ചൊരു കമന്റ്, കുത്തിയ കമന്റ്. ഞാൻ അതിനൊന്നും മറുപടി എടുക്കല്ല. കാരണം എന്താ അറിയോ, ഞാൻ എന്നിട്ട് പിന്നെ ഈ ഫിറോസിന്റെ ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർ. എന്താ ഈ കരീമുച്ചുവിന്റെ പ്രശ്നം ചോദിച്ചു. ചങ്ങായ ഞാൻ ഈ കരീമിനെ ഞാൻ ഒരു കച്ചറി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോ ഇവര് വെറുതെ എന്താ ഇങ്ങനെ തോണ്ടണം. ഈ റീച്ചിലെ ആൾക്കാർ ഇങ്ങനെ തോണ്ടി നടന്നാണ്ട് ഓരോ 10 രൂപേന്റെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ടൻ കരീം നടക്കുന്നത്. പിന്നെ ഇജ്ജ് പറഞ്ഞൊരു കാര്യമാണ്, മലപ്പുറത്തെ ഭാഷ ഇവൻ പറയണതല്ല. എടാ ഈ അന്ന വെല്ലു വിളിച്ചാണ്. ഇജ്ജ് ഒറ്റ തന്തക്ക് ഉണ്ടായതോനാണെങ്കിൽ മലപ്പുറത്തെ ഏതെങ്കിലും കാക്കമാരെ പെരയിൽ പോയാണ്ട് കജ്ജ് കുജ്ജ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇജ്ജ് പറയണത് ഞാൻ കേൾക്കും. മലപ്പുറത്തെ ഭാഷ അതന്നെയാണ്. ആരല്ലാതെ പിന്നെ ഇപ്പൊ പുറത്ത് പോയിട്ടും അവിടെ ഇവിടെ പോയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് വേറെ ഹായ് ഇക്ക കയ്യ് നെയ്യ് പയ്യ് അങ്ങനെ പറയുന്ന ആൾക്കാർ കുറച്ചുണ്ട്. പക്ഷെ ശരിക്കില്ല പറ ഇജ്ജ് കജ്ജ് പജ്ജി തന്നെയല്ലേ പറയാ. അയ്യോ പശു വരുന്നു അയച്ച് പറയണ്ടോ. ഇജ്ജ് എന്റെ ഒരാളാന്നറിയോ. പിന്നെ ഞാൻ എപ്പോഴും പറയാണ്, ഫിറോസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ചവിട്ടി പുറത്താക്കില്ലേ. ഫിറോസിന്റെ ഗ്രൂപ്പിൽ ചവിട്ടിയാണ് പുറത്താക്കിക്ക. അപ്പൊ എന്താ സംഭവം? അപ്പൊ അതിന് കടന്ന് വളവള പറയാണ്ട് വേറെ ആൾക്കാരെങ്ങനെ വെറുപ്പിച്ചല്ലേ. അപ്പൊ ഈ ഫിറോസിന് വരുന്ന ഫണ്ടൊക്കെ ഇവൻ കാരണം ഒരു പിന്നെ ഫിറോസിനെ കുറിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോ ബാക്കിയുള്ള ആൾക്കാരെന്താണ് ഈ മണ്ടക്കരിയുമ്പോ കാരണം ആരും പൈസ കൊടുക്കൂലേ. പക്ഷെ എന്നാലും ഫിറോസ് ഒരു മാണിക്കക്കല്ലാണ്. കാരണം എന്താ അറിയോ, ഏതായാലും പൊന്നാരന്റെ മണ്ടക്കരി വെച്ചിട്ട് കാര്യം ആലോചിച്ചിട്ട് അന്തല്ല ഞാൻ ആലോചിച്ചോളെ. ഇജ്ജും എന്റെ മകളും പണ്ട് മഞ്ചേരിന്ന് പിന്നെ നമ്മളെ കണ്ട ടൈം അപ്പൊ എങ്ങനെ ആലോചിച്ചോ. പിന്നെ മഞ്ചേരി ഫിറോസിന്റെ വീട് കൊടുക്കലിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഒരു സെൽഫി എടുക്കാം നമുക്ക് എടുത്താണ്ട് എന്റെ കുട്ടീന്റെ പറഞ്ഞ അങ്ങനൊക്കെ എന്റെ ഫോണിൽ ഇപ്പൊ തപ്പിയാലും ഉണ്ടാവും. ആ ഇജ്ജ് ഇന്നാളിഞ്ഞോട് പറഞ്ഞു കുഞ്ഞാനെ റീച്ച് ആകാൻ വേണ്ടി എന്തൊക്കെ കാട്ടേണ്ടത് എന്ന്. അനക്ക് റീച്ചിന് ഇഞ്ച നെഞ്ചത്തൊക്കെ കയറുക. ഇജ്ജ് കുറെ ചാറ്റിക്കാരെ പിന്നെ ഇതാക്കിയാണ്ട് പച്ച തെറിയും പറഞ്ഞാണ്ട് നടക്കണ്ടല്ലോ. അല്ലേ ഒരുപാട് ആൾക്കാരെ ശാപണ്ട. എന്തിനാ ഇതിൽ കടന്നാണ്ട് ഞാനാണ് ഇഞ്ചതായിട്ടില്ല വീഡിയോ. ഞാൻ ആൾക്കാരെ പച്ചർച്ചി ഞാനല്ല നടക്കുന്നത്. പക്ഷെ ഇത് ജിന്നെ പറഞ്ഞതുകൊണ്ടാണ് അനക്ക് ഞാൻ പറയണത് കേട്ടോ. പുസുറും പുളി മാനവസാനം ഉണ്ടോ എനിക്ക്. ആ സോളക്കുപ്പിന്റെ കണ്ണടി ഇട്ടാണ്ട് പിന്നെ മുലകുല എന്തോണ്ട് ഇങ്ങനെ ആളുകൊണ്ട് പാട്ടിക്കാട് കുഞ്ഞാ പറയുന്നു നിങ്ങളെ കേൾക്കുന്നുണ്ടാ. 10-65 വയസ്സായിരിക്കും സംഗതി ശരിയാണ്. പക്ഷെ എന്താ പറയുക എന്റെ ഫാമിലിയെ കരുതിയാണ്ട് ഇതിലും പതിച്ച് പറയാണ്ട്. പക്ഷെ പറയണില്ല. അത്രക്ക് ചങ്ങായി എന്റെ നാട്ടിൽ നിന്ന് വരെ എന്നെ പുറത്താക്കിയിട്ടില്ലേ. എന്റെ നാട്ടുകാർക്ക് വരെ എന്നെ കണ്ണെടുത്താ കാണും. കാരണം എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ വലിക്കാറുണ്ട്. അപ്പൊ നാളെ എന്തൊരു കമന്റിന്റെ കൂട്ടം പറയുമ്പോ ഇവൻ ഭക്ഷണേ ആണ്ടെ കരീമോ അതിനെ കുറിച്ചൊന്നും പറയില്ല കുഞ്ഞാനേച്ച്. ഞങ്ങളെ നാട്ടിലുണ്ടായി തന്നെ ഉള്ളൂ. ഏത് നേരം വെറുപ്പിച്ചുകൊണ്ടൊരു ചങ്ങായിയാണ് അങ്ങനെ പറയണത്. വേണ്ട ഇഞ്ച നാട്ടില് പാണ്ടിക്കാട് ഒറോമ്പറത്ത് വന്നാണ്ട് ഇതൊന്ന് അന്വേഷിക്കും. ഇഞ്ച മഹലിൽ ഇഞ്ച ഭാഗത്ത് ഇതൊന്ന് വന്ന് അന്വേഷിക്കും. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താ ആരാ എന്താ. പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണോ ചോദിച്ചല്ലോ. ചെയ്തു കൊടുത്തൊന്നും അങ്ങനെ വിളിച്ചു പറയണ്ടേ. ഇന്നെ കൊണ്ട് കഴിയുന്ന സഹായം പോലെ 3 വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടാ. ഇന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ പൈസ ഇട്ടാണ്ട് ഓരോ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ ഒരുപാട് ചാറ്റി വീഡിയോസും ചെയ്തു. പക്ഷെ ഇതൊക്കെ നിർത്താൻ കാരണം എന്താ പറയാ, അന്നപ്പോലത്തെ ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പാവങ്ങൾക്ക് വീഡിയോ ഇപ്പൊ ചെയ്യാത്തത്. കാരണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കി നടക്കല്ലേ. ഉളുപ്പുണ്ടോ എനിക്ക്.
ഊസറും പുളി മാനവസാനം ഉണ്ടോ എനിക്ക് ഇനി ഇതിന്റെ പ്രതികരണമായിട്ട് ഇച്ച് വരും ഇച്ചറിയാം ഇജ്ജിട്ട് വാ അപ്പൊ അതിനില്ല ഞാൻ വേറെ എനിക്ക് തരാം ട്ടാ അതൊക്കെ 4 റീച്ചിന് വേണ്ടിയാണ് എനിക്ക് ഞാൻ പറയണം അത്രേ ഉള്ളൂ ആ നല്ലൊരു ഫിറോസ് കുന്നമ്പറ എത്ര പാവങ്ങക്കടാ ഓന് പിന്നെ പൈസയും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു അതിന്റെ വരെ മാനം കെടുത്തിയില്ലേ ഏതായാലും ആ ഗ്രൂപ്പിൽ ചവിട്ടി പുറത്താക്കിയല്ലോ അൽഹംദുലില്ലാ. പിന്നെന്താ അറിയോ അന്നോട് ആ ഗ്രൂപ്പ് പിന്നെ അന്നെ താങ്ങണേ ഓനെ താങ്ങണ കുറച്ച് മറ്റന്മാര് അത് ഇങ്ങളാട്ടോ കുറച്ച് മറ്റന്മാരുണ്ടല്ലോ മൂട്ടിൽ വന്നിട്ട് മണക്കണ ആൾക്കാർ ഓരോട് പറയല്ലേ നിങ്ങളൊന്നും പാണ്ടിക്കാട് ഞാൻ വെല്ലു വിളിച്ചാണ് പാണ്ടിക്കാട് ഓർമ്മപ്പുറത്തേക്ക് തന്തൊക്കെ ഓർമ്മനാണ് ഇങ്ങോട്ട് വരും നിങ്ങളെന്തായാലും ഒന്നും കളിയില്ല ഒരു മുടിയും കളിഞ്ഞ കളിയില്ല അതിനില്ല ഒരു പൊറ്റവും വെക്കില്ല കേട്ടോ ഇതിൽ കിടന്നാണ്ട് 4 പിന്നെ മറ്റേ എഴുത്ത് ചെയ്താൽ ഏത് വാപ്പാനെ കൊണ്ട് പറ്റും പിന്നെ ഞാൻ ആരാ ഉസ്താദിനെ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത് ഇഞ്ച ഫോട്ടോ വെച്ച് ഞാൻ ഇഞ്ച പെണ്ണുങ്ങളല്ല അന്റെ പെണ്ണുങ്ങളെ ചെണ്ടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഇഞ്ച പെണ്ണുങ്ങളെ ഇഞ്ച കുട്ടികളേക്ക് നടക്കും അതിനെന്താണ് എനിക്ക് ഉസറും പൊളിയും മാനവസാനം ഉണ്ടോ എന്നെ മണ്ടകരിയേ ഏതായാലും ഇത്ര മതി എനിക്ക് ഇനിച്ച് വെച്ച പറയാം കേട്ടോ നിർത്തിക്കളാം ഇതോടെ നിർത്തിക്കോ അതായിരിക്കും നല്ലത്.